ഈ സിനിമ കണ്ടവരാരും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല. സിനിമ കാണുന്നവർക്ക് മരണം ഉറപ്പാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരു വ്യത്യസ്തമായ സിനിമയുടെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണ് കണ്ടത് 86യുടെ മരണത്തിന് കാരണമായ ഒരു സിനിമ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരമായ സിനിമ എന്നാണ് ഈ സിനിമയുടെ പേരിൻ്റെ ടാഗ് ലൈൻ തന്നെ. ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിരവധി ഫിലിം ഫെസ്റ്റിവലിന് ഈ സിനിമ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല. സിനിമ പ്രദർശിപ്പിക്കാൻ സ്വീകരിച്ച ഫെസ്റ്റിവൽ പ്രോഗ്രാമുകാർ വരെ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആൻഡ്രം ദ ഡെഡ്ലിസ്റ്റ് ഫിലിം എവർ മെയ്ഡ് എന്നാണ് ഈ സിനിമയുടെ പേര്. നരകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു കുഴി കുഴിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടി കാട്ടിലേക്ക് പോകുന്നു. അതാണ് ഈ സിനിമയുടെ തുടക്കം. കാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ പൂർണ്ണമായും കണ്ടില്ല. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ സിനിമയെപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ പേര് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സിനിമയുടെ ഒറിജിനൽ പ്രിൻ്റ് അല്ല നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കുന്നത്. 2018 ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഒരു ശപിക്കപ്പെട്ട സിനിമ എന്നാണ് ഈ സിനിമയെ വിലയിരുത്തുന്നത്. ഈ സിനിമ റിലീസ് ചെയ്ത് കുറച്ച് ദുരൂഹ മരണങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം 20 വർഷത്തോളം ഈ സിനിമയെ പറ്റി ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പിന്നെ ഇപ്പോഴിതാ 2018 അത് റീമേക്ക് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. സിനിമയെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചില സിനിമകൾ മാർക്കറ്റിങ്ങിന് വേണ്ടി പലതും പറഞ്ഞ് പുറത്തിറക്കണം, നമ്മൾ എമ്പുരാനൊക്കെ ഇറങ്ങിയതുപോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതും ഈ സിനിമ പ്രദർശിപ്പിച്ച തിയേറ്റർ അടക്കം കത്തിപ്പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇൻ്റർനെറ്റിൽ പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലുണ്ട്.